എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഓ ഈശോയെ, സ്നേഹത്തിൻ്റെ ദിവ്യ തടവുകാരാ, അങ്ങേ സ്നേഹത്തെപ്പറ്റി ഓർക്കുമ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി എത്രമാത്രം ശൂന്യവൽക്കരിക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനും അപ്പുറമാണത്. അങ്ങേ അഗ്രാഹ്യമായ പ്രഭാവം മറച്ചുകൊണ്ട് നിർഗിഷ്ടയായ എന്നിലേക്ക് അങ്ങയെ തന്നെ താഴ്ത്തി. ഓ മഹത്വത്തിൻ്റെ രാജാവേ, അങ്ങയുടെ പ്രതാപം അങ്ങ് മറയ്ക്കുന്നെങ്കിലും എൻ്റെ ആത്മാവ് ആ വിരി മാറ്റി കാണുന്നു. മാലാഖവൃന്ദങ്ങൾ അങ്ങേ മഹത്വം നിരന്തരം ഉദ്ഘോഷിക്കുന്നതും സ്വർഗീയ ശക്തികൾ അനവരതം അങ്ങയെ പുകഴ്ത്തുന്നതും ഞാൻ കാണുന്നു. അവർ പരിശുദ്ധൻ 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 എന്ന് ഇടപെടാതെ ഉദ്ഘോഷിക്കുന്നു. ഓ, ആര് അങ്ങയുടെ സ്നേഹവും ഞങ്ങളോടുള്ള അങ്ങയുടെ അപരിമേയമായ കരുണയും മനസ്സിലാക്കും? ഓ സ്നേഹത്തിൻ്റെ തടവുകാരാ, എൻ്റെ എളിയ ഹൃദയത്തെ ഈ സക്രാരിയിൽ ഞാൻ ബന്ധിക്കുന്നു. രാവും പകലും നിരന്തരം അതങ്ങേ പുകഴ്ത്തട്ടെ. ഈ ആരാധനയ്ക്ക് ഞാനൊരു തടസ്സവും കാണുന്നില്ല. ശാരീരികമായി ഞാൻ അങ്ങയിൽ നിന്ന് അകലെയാണെങ്കിലും എൻ്റെ ഹൃദയം അങ്ങയോടൊത്തായിരിക്കും. ഒന്നിനും അങ്ങയോടുള്ള എൻ്റെ സ്നേഹത്തെ നിഷ്പ്രഭമാക്കാൻ സാധിക്കുകയില്ല. ഒരു തടസ്സവും എന്നെ ബാധിക്കുകയില്ല. ഓ എൻ്റെ ഈശോയെ, അങ്ങ് അനുഭവിക്കുന്ന എല്ലാ നന്ദിഹീനതകൾക്കും ദൈവദൂഷണങ്ങൾക്കും അവഗണനകൾക്കും ദുഷ്ടരുടെ വിദ്വേഷത്തിനും നിന്ദാപമാനങ്ങൾക്കും ഞാൻ അങ്ങയെ ആശ്വസിപ്പിക്കാം. ഓ ഈശോയെ, ഒരു വിശുദ്ധ ബലിയായി എരിഞ്ഞു തീരണമെന്നും അങ്ങയുടെ രഹസ്യ സിംഹാസനത്തിന് മുമ്പിൽ എരിഞ്ഞടങ്ങണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. മരണാസന്നരായ നിലാരംബരായ പാപികൾക്ക് വേണ്ടി ഞാൻ നിരന്തരം അങ്ങയോട് യാചിക്കുന്നു. ഓ പരിശുദ്ധ ത്രിത്വമേ, ഏറ്റവും അഭേദ്യമായ ഏകദൈവമേ, ഈ വലിയ കൃപയ്ക്കായും കരുണയുടെ ഈ ദാനത്തിനായും അങ്ങ് പുകഴ്ത്തപ്പെടട്ടെ. എൻ്റെ ഈശോയെ, അന്യായമായി കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ നിശബ്ദത പാലിച്ച് ഞാൻ ദൈവദൂഷണങ്ങൾക്ക് പരിഹാരം ചെയ്യാം. അപ്രകാരം അല്പമെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാം. എൻ്റെ ആത്മാവിൽ അങ്ങേയ്ക്കായി ഞാൻ നിലയ്ക്കാത്ത ഒരു ഗീതം ആലപിച്ചു കൊണ്ടിരിക്കുന്നു. ആരും ഇത് മനസ്സിലാക്കുകയോ ഊഹിക്കുകയോ ചെയ്യുകയില്ല. അങ്ങ് മാത്രമേ എൻ്റെ ആത്മാവിൻ്റെ സംഗീതം മനസ്സിലാക്കുകയുള്ളൂ. ഓ എൻ്റെ കർത്താവേ, എൻ്റെ സൃഷ്ടാവേ, ദൈവത്തെ മറക്കാൻ തക്കവിധം ലോകകാര്യങ്ങളുടെ ചുഴിയിൽ വ്യാപൃതയാകാൻ ഞാൻ എന്നെ അനുവദിക്കുകയില്ല. എൻ്റെ ഒഴിവു സമയങ്ങളെല്ലാം ദിവ്യകാരുണ്യത്തിൽ മറിഞ്ഞിരിക്കുന്ന എൻ്റെ ഗുരുവിൻ്റെ പാദാന്തികത്തിൽ ഞാൻ ചെലവഴിക്കും. എൻ്റെ ശൈശവം മുതൽ അവിടുന്ന് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. താഴെ പറയും വിധം എഴുതുക. നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു. ന്യായവിധിയുടെ ദിവസം ഉദിക്കുന്നതിന് മുമ്പ് ഈ അടയാളം ആകാശത്ത് നൽകപ്പെടും. ആകാശം പ്രകാശരഹിതമാകുകയും വലിയ അന്ധകാരം ഭൂമുഖത്തെ ആവരണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആകാശത്ത് കുരിശടയാളം കാണപ്പെടും. രക്ഷകന്റെ കരങ്ങളും പാദങ്ങളും തറച്ച ആണിപ്പഴുതിലൂടെ വലിയ പ്രകാശരശ്മികൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഈ ഭൂമിയെ പ്രകാശിപ്പിക്കും. ഇത് അന്ത്യനാളിന് തൊട്ടു മുമ്പായി സംഭവിക്കും. ഓ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിൽന്യൂസ്, ഓഗസ്റ്റ് 2, 1934. വെള്ളിയാഴ്ച. വിശുദ്ധ കുർബാന സ്വീകരണത്തിനു ശേഷം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുന്നിലേക്ക് എൻ്റെ ആത്മാവ് സംവഹിക്കപ്പെട്ടു. അവിടെ ബലവാന്മാരായ സ്വർഗീയ മാലാഖവൃന്ദങ്ങൾ നിരന്തരം ദൈവത്തെ പുകഴ്ത്തുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിനപ്പുറം സൃഷ്ടികൾക്ക് അപ്രാപ്യമായ ഒരു പ്രകാശം കണ്ടു. അവിടെ മാംസം ധരിച്ച വചനം മാത്രം മധ്യസ്ഥനായി പ്രവേശിക്കുന്നു. ഈശോ ഈ പ്രകാശത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് ഞാൻ ഇപ്രകാരം കേട്ടു: നീ എന്തു കേൾക്കുന്നുവോ അത് ഉടനെ തന്നെ എഴുതുക. ഞാൻ എൻ്റെ സത്തയിൽ തന്നെ സർവാധിപനാണ്, നിയമങ്ങൾക്കും ആവശ്യങ്ങൾക്കും അതീതൻ. ഞാൻ സൃഷ്ടികളെ അസ്തിത്വത്തിലേക്ക് വിളിക്കുന്നെങ്കിൽ അത് എൻ്റെ കരുണയുടെ ആധിക്യം കൊണ്ടാണ്. ഉടനെ തന്നെ ഞാൻ ചാപ്പലിൽ ആദ്യത്തെ പോലെ മുട്ടുകുത്തി നിൽക്കുന്നതായി കാണപ്പെട്ടു. വിശുദ്ധ ബലി സമാപിക്കുകയും ചെയ്തു. ഈ വാക്കുകൾ ഉടനെ തന്നെ ഞാൻ എഴുതി വച്ചു. ഒരിക്കൽ എൻ്റെ കുമ്പസാരക്കാരനിലൂടെ ഫാദർ സൊപ്പോച്കോ ആയിരിക്കാം.
ദൈവം നിർവഹിക്കുന്ന ഈ ദൗത്യത്തിനായി എത്രമാത്രം അദ്ദേഹം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കി. അത് കണ്ടപ്പോൾ ഞാൻ ഒരു നിമിഷം ഭയപ്പെട്ടു പോയി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, ഇത് അങ്ങയുടെ കാര്യമാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങ് അച്ഛനോട് ഇപ്രകാരം പെരുമാറുന്നത്? അദ്ദേഹത്തോട് പ്രവർത്തിക്കാൻ കൽപ്പിക്കുമ്പോൾ തന്നെ അങ്ങ് തടസ്സങ്ങളും സൃഷ്ടിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. എഴുതുക. രാവും പകലും എൻ്റെ കണ്ണുകൾ അവനിൽ ഉറപ്പിച്ചിരിക്കുന്നു. അവൻ്റെ യോഗ്യത കൂട്ടാനാണ് ഈ പ്രതികൂലങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. നല്ല ഫലങ്ങൾക്കല്ല, മറിച്ച് എന്നെ പ്രതിയുള്ള ക്ഷമയ്ക്കും കഠിനാധ്വാനത്തിനുമാണ് ഞാൻ പ്രതിഫലം നൽകുന്നത്. വിൽന്യൂസ്, ഒക്ടോബർ 26, 1934. വെള്ളിയാഴ്ച 6 മണിക്ക് 10 മിനിറ്റുള്ള സമയം. അത്താഴത്തിനായി ഞാനും കുറച്ച് വിദ്യാർത്ഥിനികളും കൂടി ഉദ്യാനത്തിൽ നിന്ന് വരികയായിരുന്നു. ആദ്യ തവണ ഞാൻ കണ്ട പോലെ, ഛായാപടത്തിൽ വരച്ച പോലെ, ഈശോയെ ഞങ്ങളുടെ ചാപ്പലിന് മുകളിലായി ഞാൻ കണ്ടു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന 2 പ്രകാശരശ്മികൾ ഞങ്ങളുടെ ചാപ്പലും രോഗികളുടെ മുറിയും പിന്നെ പട്ടണം മുഴുവനും ലോകം മുഴുവനും വ്യാപിച്ചിരുന്നു. ഇത് ഏകദേശം 4 മിനിറ്റ് നീണ്ടുനിന്നു. പിന്നെ അപ്രത്യക്ഷമായി. മറ്റുള്ളവരിൽ നിന്ന് വിട്ട് എൻ്റെ കൂടെ നടന്നിരുന്ന പെൺകുട്ടിയും ഈ കിരണങ്ങൾ കണ്ടു. എന്നാൽ ഈശോയെ കണ്ടില്ല. എവിടെ നിന്നാണ് ഈ പ്രകാശകിരണങ്ങൾ വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അതിശയപ്പെട്ട് അവൾ ഇക്കാര്യം മറ്റു കുട്ടികളോട് പറഞ്ഞു. അവർ അവളെ കളിയാക്കി. അവളുടെ ഭാവനയോ അല്ലെങ്കിൽ കടന്നുപോയ വിമാനത്തിൻ്റെ പ്രകാശം പ്രതിഫലിച്ചതോ ആയിരിക്കുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇപ്രകാരമുള്ള പ്രകാശരശ്മികൾ ഇതിനു മുമ്പ് അവൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. ഒരുപക്ഷേ സെർച്ച് ലൈറ്റ് ആയിരിക്കാമെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ സെർച്ച് ലൈറ്റ് എന്തെന്ന് അവൾക്ക് അറിയാമെന്നും ഇത്തരത്തിലൊരു പ്രകാശരശ്മി അവൾ ഇതുവരെ കണ്ടിട്ടില്ലെന്നും മറുപടി നൽകി. അത്താഴത്തിന് ശേഷം ആ പെൺകുട്ടി എന്നെ സമീപിച്ചു. ഈ രശ്മികൾ അവളെ വളരെ സ്പർശിച്ചതിനാൽ അവൾക്ക് നിശബ്ദയായിരിക്കാൻ സാധിച്ചില്ലെന്നും എല്ലാവരോടും ഇത് പറയണമെന്നുണ്ടെന്നും പറഞ്ഞു. എന്നാൽ അവൾ ഈശോയെ കണ്ടിരുന്നില്ല. അവൾ ഈ പ്രകാശരശ്മികളെപ്പറ്റി എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതെന്നെ വിഷമാവസ്ഥയിലാക്കി. എന്തെന്നാൽ ഞാൻ ഈശോനാഥനെ കണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. അവൾക്ക് ആവശ്യമായ കൃപകൾ കൊടുക്കാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഇപ്രകാരം പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങൾ എനിക്ക് അസ്വസ്ഥത നൽകിയെങ്കിലും കർത്താവ് തന്നെ അവിടുത്തെ വെളിപ്പെടുത്തുവാനുള്ള നടപടികൾ എടുക്കുന്നതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിച്ചു. ഈശോയ്ക്ക് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ആരാധനാ സമയത്ത് ദൈവത്തിൻ്റെ സാമീപ്യം ഞാൻ അനുഭവിച്ചു. ഒരു നിമിഷത്തിനു ശേഷം ഈശോയെയും മറിയത്തെയും കണ്ടു. അവരെ കണ്ടപ്പോൾ ഞാൻ ആനന്ദത്താൽ നിറഞ്ഞു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഈശോയെ, എൻ്റെ കുമ്പസാരക്കാരൻ അങ്ങയോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ എന്താണ് അവിടുത്തെ ഹിതം? ഈശോ മറുപടിയായി പറഞ്ഞു, അവൻ ഇവിടെ ആയിരിക്കണമെന്നും അവനെ മാറ്റുന്ന കാര്യത്തിൽ അവൻ മുൻകൈ എടുക്കരുതെന്നുമാണ് എൻ്റെ ഹിതം. മിശിഹ കരുണയുടെ രാജാവ് എന്ന അടിക്കുറിപ്പ് രേഖപ്പെടുത്തട്ടെ എന്ന് ആരാഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ കരുണയുടെ രാജാവാണ്, എന്നാൽ മിശിഹ എന്ന പദം ഉപയോഗിച്ചില്ല. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈ ചിത്രം പരസ്യമായി പ്രദർശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഞായർ കരുണയുടെ തിരുനാൾ ആയിരിക്കണം. മാംസം ധരിച്ച വചനത്തിലൂടെയാണ് എൻ്റെ അത്യഗാധമായ കരുണയുടെ ആഴത്തെ ഞാൻ വെളിപ്പെടുത്തുന്നത്. കർത്താവ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചു എന്നത് ആശ്ചര്യകരമാണ്. യഥാർത്ഥത്തിൽ ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച ഏപ്രിൽ 1935 ആണ് ചിത്രം ആദ്യമായി ജനങ്ങളാൽ പരസ്യമായി വണങ്ങപ്പെട്ടത്. 3 ദിവസത്തേക്ക് അത് പരസ്യ വണക്കത്തിനായി പ്രദർശിപ്പിച്ചു. ഓസ്ട്രാബ്രാമയിൽ വിൽന്യൂസ് നഗരത്തിൻ്റെ ഈസ്റ്റേൺ ഗേറ്റിന് മുകളിൽ മാതാവിൻ്റെ ഷെറൈനിൻ്റെ ജനാലയുടെ മുകൾ ഭാഗത്തായി പടം സ്ഥാപിച്ചിരുന്നതുകൊണ്ട് വളരെ അകലെ നിന്ന് തന്നെ ഈ പടം ജനങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നു. ഓസ്ട്രാബ്രാമയിൽ ഈ 3 ദിവസവും നമ്മുടെ രക്ഷകൻ്റെ പീഡാസഹനത്തിൻ്റെ 1900 വർഷം പിന്നിട്ടതിൻ്റെ ഓർമ്മയ്ക്കായി ലോകരക്ഷയുടെ ജൂബിലി ആഘോഷിക്കുകയായിരുന്നു.
കർത്താവ് ആവശ്യപ്പെട്ട കരുണയുടെ പ്രവർത്തനം രക്ഷാകർമ്മത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഒരു ദിവസം എൻ്റെ കുമ്പസാരക്കാരൻ എത്രമാത്രം സഹിക്കണമെന്ന് ഞാൻ ആന്തരികമായി മനസ്സിലാക്കി. സുഹൃത്തുക്കൾ അങ്ങയെ ഉപേക്ഷിച്ചു പോകും, എല്ലാവരും അങ്ങേക്കെതിരാകും. അങ്ങയുടെ ശാരീരിക ശക്തി ക്ഷയിക്കും. സഹനത്തിൻ്റെ ചക്കിലേക്ക് കർത്താവ് തെറിയുന്ന ഒരു മുന്തിരിക്കുല പോലെയാണ് അങ്ങെന്ന് ഞാൻ കണ്ടു. അച്ഛാ, ഈ പ്രവൃത്തികളെപ്പറ്റിയും പറ്റിയുമുള്ള സംശയങ്ങളാൽ അങ്ങയുടെ ആത്മാവ് പലപ്പോഴും അസ്വസ്ഥമാകും. ദൈവം തന്നെ അദ്ദേഹത്തിന് എതിരാകുന്നത് പോലെ എനിക്ക് തോന്നി. അവിടുന്ന് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ദൈവം തന്നെ അദ്ദേഹത്തിന് മാർഗതടസ്സം വരുത്തുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തോട് ഇപ്രകാരം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ഈ പ്രവൃത്തി എൻ്റേതാണെന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. ഒന്നിനെയും ഭയപ്പെടേണ്ട എന്ന് അവനോട് പറയുക. രാവും പകലും എൻ്റെ കടാക്ഷം അവൻ്റെ മേലുണ്ട്. ഈ പ്രവൃത്തി കൊണ്ട് രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കളുടെ എണ്ണം അനുസരിച്ചുള്ള കിരീടങ്ങൾ കൊണ്ട് അവൻ്റെ കിരീടം രൂപപ്പെടുത്തും. ഒരു പ്രവൃത്തിയുടെ വിജയത്തിനല്ല, അതിനു വേണ്ടിയുള്ള സഹനത്തിനാണ് ഞാൻ പ്രതിഫലം നൽകുക. ഓ എൻ്റെ ഈശോയെ, ഞാൻ സഹിക്കുന്ന പീഡനങ്ങളെ അങ്ങ് മാത്രം അറിയുന്നു. അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും അങ്ങയോട് വിശ്വസ്തത പുലർത്തുന്നത് കൊണ്ടും മാത്രമാണ് ഇത്. അങ്ങെൻ്റെ ശക്തിയാകുന്നു. അങ്ങ് ആവശ്യപ്പെടുന്നത് എപ്പോഴും വിശ്വസ്തയോടെ നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ. തനിയെ ഒന്നും ചെയ്യാൻ ഞാൻ ശക്തയല്ല. എന്നാൽ അങ്ങ് എന്നെ സഹായിക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളും എനിക്ക് നിസ്സാരങ്ങളാണ്. ഓ എൻ്റെ കർത്താവേ, എൻ്റെ ആത്മാവിന് അങ്ങയെ അനുഭവിക്കുവാനുള്ള കൃപ ലഭിച്ചപ്പോൾ മുതൽ എൻ്റെ ജീവിതം നിരന്തരമായ കഠിനയത്നമാണ്. അതിൻ്റെ തീവ്രത കൂടിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ പ്രഭാതത്തിലും ധ്യാന സമയത്ത് ദിവസം മുഴുവനുമുള്ള ഈ കഠിനയത്നത്തിനായി ഞാൻ എന്നെ ഒരുക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരണം എൻ്റെ വിജയം എനിക്ക് ഉറപ്പു നൽകുന്നു. അങ്ങനെയാണ് താനും. വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ദിനങ്ങളെ ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ ദൗത്യ നിർവഹണത്തിനു വേണ്ട ശക്തിയും കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നത് ചെയ്യാൻ വേണ്ട ധൈര്യവും ശക്തിദായകമായ ഈ അപ്പം എനിക്ക് നൽകുന്നു. എന്നിലുള്ള ധൈര്യവും ശക്തിയും എൻ്റേതല്ല, പിന്നെയോ ദിവ്യകാരുണ്യത്തിലൂടെ എന്നിൽ വസിക്കുന്നവൻ്റേതാണ്. ഓ എൻ്റെ ഈശോയെ, തെറ്റിദ്ധാരണകൾ വളരെയാണ്. ദിവ്യകാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ അങ്ങ് കാണിച്ചു തരുന്ന വഴികളിലൂടെ മുന്നേറാൻ ഞാൻ ധൈര്യപ്പെടുമായിരുന്നില്ല. എളിമപ്പെടുത്തൽ എൻ്റെ അന്നന്നേ അപ്പമാണ്. മണവാളൻ്റെ എല്ലാ കാര്യത്തിലും മണവാട്ടി പങ്കുചേരേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതിനാൽ പരിഹാസത്തിൻ്റെ അവിടുത്തെ പുറങ്കുപ്പായം എന്നെയും പൊതിയേണ്ടിയിരിക്കുന്നു. അധികമായി സഹിക്കേണ്ടി വരുമ്പോൾ നിശബ്ദയായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ എന്നെ നീതീകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന എൻ്റെ നാവിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ അനുഗ്രഹങ്ങളും ദാനങ്ങളും എനിക്ക് തന്ന ദൈവത്തെ സ്തുതിക്കാൻ എന്നെ സഹായിക്കേണ്ട കടമയാണ് അതിനുള്ളത്. ദിവ്യകാരുണ്യത്തിൽ ഈശോയെ ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ നാവ് മൂലം എൻ്റെ ദൈവത്തെയോ എൻ്റെ സഹോദരങ്ങളെയോ വേദനിപ്പിക്കാതിരിക്കാൻ എൻ്റെ നാവിനെ സൗഖ്യപ്പെടുത്തണമെന്ന് ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാവ് നിരന്തരം ദൈവസ്തുതികൾ ആലപിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നാവ് ചെയ്യുന്ന ദ്രോഹം എത്ര വലുതാണ്! നാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ ആത്മാവിന് വിശുദ്ധി പ്രാപിക്കാൻ സാധ്യമല്ല.